എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നും എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy എന്നും നാം കണ്ടു. ഈ രണ്ട് സമവാക്യങ്ങളും കൂട്ടിയാൽ എന്ത് കിട്ടും? ഇടത് ഭാഗത്ത് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. വലത് ഭാഗത്തോ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ അല്ലേ? 2xy പ്ലസ് മൈനസ് 2xy എന്നത് 0 ഇതിനെ 2 ഗുണിക്കണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ സമം 2 ഗുണിക്കണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് തിരിച്ചെഴുതിയാൽ 2 ഗുണിക്കണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇതിൽ എക്സ് ആയി 2ഉം വൈ ആയി 1ഉം നൽകിയാൽ 2 ഗുണിക്കണം 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സമം 10 അഥവാ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇതുപോലെ എക്സ് ആയി 3ഉം വൈ ആയി 2ഉം നൽകിയാലോ 2 ഗുണിക്കണം 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ സമം 26 അഥവാ 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇങ്ങനെ ഏത് 2 പൂർണ്ണവർഗങ്ങളുടെ തുകയെടുത്താലും അതിൻ്റെ 2 മടങ്ങിനെയും മറ്റ് 2 പൂർണ്ണവർഗങ്ങളുടെ തുകയായി എഴുതാം എന്ന് കാണാം. വ്യത്യാസത്തിന്റെ വർഗത്തെക്കുറിച്ചുള്ള സമവാക്യം കണ്ടെത്തുമ്പോൾ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് 4xy എന്ന് കണ്ടുവല്ലോ. എന്താണ് ഇതിന്റെ അർത്ഥം? എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയറിൽ നിന്ന് 4xy കുറച്ചാൽ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ കിട്ടും അല്ലേ? എങ്കിൽ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയറിൽ നിന്ന് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ കുറച്ചാൽ 4xy കിട്ടുമല്ലോ. അതായത് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ സമം 4xy. ഇത് തിരിച്ചെഴുതിയാൽ 4xy സമം എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇതിൽ y എന്നത് 1 ആയാലോ 4x സമം എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇതിൽ x എന്നത് 2 ആയാലോ 8 സമം 2 പ്ലസ് 1 ഓൾ സ്ക്വയർ മൈനസ് 2 മൈനസ് 1 ഓൾ സ്ക്വയർ അഥവാ 8 സമം 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇനി x 3 ആയാലോ 12 സമം 3 പ്ലസ് 1 ഓൾ സ്ക്വയർ മൈനസ് 3 മൈനസ് 1 ഓൾ സ്ക്വയർ അഥവാ 12 സമം 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇനി x എന്നത് 4 ആയാലോ 16 സമം 4 പ്ലസ് 1 ഓൾ സ്ക്വയർ മൈനസ് 4 മൈനസ് 1 ഓൾ സ്ക്വയർ അഥവാ 16 സമം 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. അതായത് 8 മുതലുള്ള 4ന്റെ ഗുണിതങ്ങളെയെല്ലാം 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം. ഇനി ഏത് സംഖ്യയെയും 2 സംഖ്യകളുടെ വർഗ വ്യത്യാസമായി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 4xy സമം എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ആണല്ലോ. ഓരോ പദത്തെയും 4 കൊണ്ട് ഹരിച്ചാൽ xy സമം എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഹരിക്കണം 4 മൈനസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ഹരിക്കണം 4 എന്ന് കിട്ടുമല്ലോ. 4 എന്നത് 2ന്റെ വർഗമാണല്ലോ. അപ്പോൾ ഇതിനെ xy സമം എക്സ് പ്ലസ് വൈ ഹരിക്കണം 2 ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹരിക്കണം 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് xy സമം എക്സ് പ്ലസ് വൈ ഹരിക്കണം 2 ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹരിക്കണം 2 ഓൾ സ്ക്വയർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് 2 സംഖ്യകളുടെയും ഗുണനഫലം അവയുടെ തുകയുടെയും വ്യത്യാസത്തിന്റെയും പകുതികളുടെ വർഗങ്ങളുടെ വ്യത്യാസമാണ്. ഇതിൽ y എന്നത് 1 ആയി എടുത്താലോ x സമം എക്സ് പ്ലസ് 1 ഹരിക്കണം 2 ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഹരിക്കണം 2 ഓൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇതിൽ x സമം 11 ആയാലോ 11 സമം 11 പ്ലസ് 1 ഹരിക്കണം 2 ഓൾ സ്ക്വയർ
മൈനസ് 11 മൈനസ് 1 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇത് 6ഉം ഇത് 5ഉമാണല്ലോ. അതിനാൽ 11നെ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി എക്സ് 10 ആയാലോ? 10 സമം 10 പ്ലസ് 1 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ മൈനസ് 10 മൈനസ് 1 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇത് 5.5യും ഇത് 4.5യും ആണല്ലോ. അപ്പോൾ 10നെ 5 1/2 ഹോൾ സ്ക്വയർ മൈനസ് 4 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് ഇതുപോലെ ഏത് സംഖ്യയും രണ്ട് സംഖ്യകളുടെ വർഗവ്യത്യാസമായി എഴുതാൻ കഴിയും. ചില ഗുണനഫലങ്ങൾ എളുപ്പത്തിൽ കണക്കാക്കാൻ ഈ രീതി ഉപയോഗിക്കാം. ഉദാഹരണമായി 135 ഗുണിക്കണം 65 കാണണം എന്ന് കരുതുക. xy സമം x പ്ലസ് y ഹരിക്കണം 2 ഹോൾ സ്ക്വയർ മൈനസ് x മൈനസ് y ഹരിക്കണം 2 ഹോൾ സ്ക്വയർ ആണല്ലോ. x എന്നത് 135ഉം y എന്നത് 65ഉം ആയി എടുത്താൽ ഇതിനെ 135 ഗുണിക്കണം 65 സമം 135 പ്ലസ് 65 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ മൈനസ് 135 മൈനസ് 65 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 135ഉം 65ഉം കൂട്ടിയാൽ 200 ആണല്ലോ കിട്ടുന്നത്. അതിൻ്റെ പകുതി 100 അല്ലേ? അതുപോലെ 135ൽ നിന്ന് 65 കുറച്ചാൽ 70 ആണല്ലോ ലഭിക്കുന്നത്. അതിൻ്റെ പകുതി 35 ആണല്ലോ. അപ്പോൾ ഇതിനെ 100 സ്ക്വയർ മൈനസ് 35 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 100ന്റെ വർഗം 10,000ഉം 35ന്റെ വർഗം 1225ഉമാണല്ലോ. കുറച്ചാൽ 8775 എന്ന് കിട്ടും. അതായത് 135നെ 65 കൊണ്ട് ഗുണിച്ചാൽ 8775 കിട്ടും. ഇതുപോലെ കൂടുതൽ സംഖ്യകൾ എടുത്ത് ചെയ്തു നോക്കൂ.